മഴവിൽ അർമാദം. ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തന്നെ ഉണ്ടല്ലോ ഇവിടെ. എല്ലാം സെൽഫ് സഫിഷ്യന്റ്. സാർ, ഇതാണ് മധ്യമതി. ഇവിടെയാണ് വീവേഴ്സും പോർട്ടേഴ്സും ഒക്കെ ഉള്ളത്. കെലമതിയിലുള്ളവർ മധ്യമതിയിലേക്ക് കയറാൻ പാടില്ല. ഓ, ചാണോപ്പറ്റ. വെരി ഇൻട്രസ്റ്റിംഗ്. അതാരാ അത്? അത് നീലിയാണ്. ആൻഡ് ദിസ് ഈസ് കരിയാൻ, ദ ബ്ലാക്ക് സ്മിത്ത്. കബണാർ ജാതിയിൽപ്പെട്ടതാണ്. കെലമതിയിലേക്കുള്ള വെപ്പൺസ് ഉണ്ടാക്കുക. കരിയാൻ മുഖാര ജാതിയിൽപ്പെട്ട നെയ്ത്തുകാരി തിരുതയിൽ അയിനടിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷെ ഇവിടെയും സെയിം സോഷ്യൽ സ്റ്റിഗ്മ. ഈ രണ്ട് ജാതികൾ തമ്മിൽ മംഗലം പാടില്ല. മംഗലം? അതെന്താ? കല്യാണം. അവരെന്താ അവിടെ ആയിരിക്കണത്? ശേഖരണം കുലത്തൊഴിലായി എടുത്തിട്ടുള്ള ആയുധ വിഭാഗത്തിൽപ്പെട്ടവർ. കരിയാനുള്ള മെറ്റൽ ഓർ കളക്ട് ചെയ്യുക. വാട്ടർ ബേസ് കണ്ടില്ലേ? ഇനിയപ്പയുടെ ക്രിയേഷനാണ്. He seems to be an adventure junkie like me. That's Iniyappa. He is the chief engineer of ഏഴായിരം കണ്ടി. ഗ്രാമത്തിൻ്റെ മുഴുവൻ മെയിൻ്റനൻസിൻ്റെയും ചുമതല പുള്ളിക്കാരനാണ്. ഇവിടെ കാണുന്ന മെഷീൻസൊക്കെ അവൻ്റെ സൃഷ്ടിയാണ്. ഇത് മടിക്കേർ വിഭാഗം. ഈ കന്നഡയില് മടിക്കെന്ന് പറഞ്ഞു വെച്ചാ മൺകലമാണ്. അതിപ്പോൾ ഹിന്ദിയിലും മഡ്ക എന്ന് തന്നെ പറയുന്നു. ആഹാ, കുഞ്ഞിനും കരയിനും താഴ്ത്തെത്തിയില്ലോ. ഓട്. ഇവരാണല്ലേ ഇവിടുത്തെ പൂവാലന്മാര്. നായ്ക്കൊരെണ്ണം നോക്കും തോറും ചൊറിച്ചിൽ കൂടുക എന്നല്ല പറയാ, അല്ല സാർ? ഇവരെന്താ ഈ കുടിക്കണത്? സം കൈൻഡ് ഓഫ് ആൽക്കഹോൾ? അവരുടെ സ്പിരിറ്റ് ആണത്. മത്ത്. മത്തോ? ആ, മധു ഒന്ന് നോക്ക. എന്താ ഒരു തുപ്പണത്? ഒരു തരം കിഴങ്ങ. ഇവിടെയാണ് ഇതിന്റെ അയർണി. തമ്മിൽ തൊടാൻ പാടില്ലെങ്കിലും കെലമതിയിലെ പെണ്ണുങ്ങൾ ചവച്ചു തുപ്പുന്ന ഈ കിഴങ്ങ് വെച്ചാണ് മുഖ്യമതിയിലേക്കും മധ്യമതിയിലേക്കുമുള്ള മത്തുണ്ടാക്കുന്നത്. അതാണ് പറങ്ങോടൻ. ഇപ്പോൾ ഇവിടുത്തെ കാരണവും. മെയിൻ ആക്ടിവിറ്റി വെറുതെ കളിച്ച് സമയം കളയുക, സ്ഥിരമായി കളിക്കുക, തോൽക്കുക. ഇന്നത്തെ കളി തോറ്റൻ്റെ ക്ഷീണത്തിലാണ്. ഓ, ഞാൻ പറയാൻ മറന്നു. ഇതൊരു മേട്രിയാക്കൽ സൊസൈറ്റിയാണ്. ഇപ്പോഴത്തെ ഇവിടുത്തെ തറവാട്ടമ്മ എന്ന് വേണമെങ്കിൽ പറയാം. മീൻകണ്ണി, പറങ്ങോടൻ്റെ നീസ്. പെണ്ണ് നല്ല കുറുമ്പിയാണല്ലേ. പൊന്നി. മീൻകണ്ണിയുടെ അനിയത്തി. തറവാട്ടമ്മയാവാൻ നെക്സ്റ്റ് ഇൻ ദ ലൈൻ. അവൾക്ക് ഈ ജാതിയും കൂലിയും ഒന്നുമില്ല. എല്ലായിടത്തും പോവും, എല്ലാവരെയും തൊടും. അവൾ കാരണം ഇവിടുത്തെ എല്ലാ തട്ടിലുള്ള കുട്ടികൾക്കും എവിടെ വേണേലും പോവാം. എത്ര പറയുന്നു, എപ്പോ താത്തിരിക്ക് കാല് പൂത്തു പോവും. വിളിക്കേണ്ട വേഗം വരണം, കൂട്ടിട്ട് പോ. മീൻകണ്ണി ഒരു ടഫ് നട്ടാണ്. ദയാദാക്ഷിണ്യം എന്നുള്ളത് അവളുടെ വൊക്കാബുലറിയിലേ ഇല്ല. അവർ പ്രിമിറ്റീവ് ആയിരിക്കാം, പക്ഷെ അവർക്ക് അവരുടേതായ ഒരു ഫാഷൻ സ്റ്റൈൽസ് ഒക്കെ ഉണ്ട്. ഒരു സ്റ്റൈലിസ്റ്റ്. അതാണ് ചെറുക്കൻ. മറ്റേത് അവൻ്റെ അസിസ്റ്റന്റ്. പക്ഷെ ഇതുവരെ അവൻ്റെ പേരെനിക്ക് മനസ്സിലായിട്ടില്ല. ആ ചെങ്ങായി പശിക്കൂട്ടിലല്ലേ? ഓ, അതാണ് ഇവിടുത്തെ ജയില്. ഉള്ളിൽ കിടക്കുന്നത് ഐത്തൻ. അവനെ ഊര് വിലക്കിയതാ. കുറ്റം ചെയ്താൽ ഇവർക്കുള്ള ശിക്ഷ ഈ ജയില. ആ താഴത്ത് കാണുന്നത് അവൻ്റെ ഫാമിലിയാ. ഒളിച്ച് ഭക്ഷണം കൊടുക്കാൻ വന്നിരിക്കുക. മധു, ഒന്ന് മേലേക്ക് നോക്ക്. ആ കാണുന്നത് ഗുഗുത്തായുടെ കുടിലാണ്. ഒരു സ്ട്രേഞ്ച് കുടിലാണല്ലോ. ആ വന്നല്ലോ. ഈ കാട്ടിൽ പുതുതായിട്ട് ആര് വന്നാലും ഗുഗുത്തായി അറിയും. ഇവിടുത്തെ ആസ്ട്രോളജറും കാലാവസ്ഥാ നിരീക്ഷകയും ഒക്കെ ഗുഗുത്തായാണ്. ഷീ ഈസ് ഓൾസോ ദ ഡോക്ടർ ഹിയർ. ഒരു വിച്ച് ഡോക്ടർ എന്നൊക്കെ വിളിക്കാം. നീ പൊണ്ണ. കത്തിയ കൊരങ്ക. വേടൻ്റെ സ്മോക്കിംഗ് കമ്പനിയാണ് ഗുഗു. 7000 കണ്ടിയുമായിട്ടുള്ള ഞങ്ങളുടെ ഒരേ ഒരു കണക്റ്റിംഗ് ലിങ്ക്. ആൻഡ് ദിസ് ഈസ് ചാത്ത, ഗുഗുവിൻ്റെ അപ്രൻറ്റീസ്. ഓ, പോയോ? ഇവർക്ക് തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോകും. ഇതിൻ്റെ ഹിസ്റ്ററി കുറേ ഗുഗുത്തായി പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. പല ലൈബ്രറീസ്, ആർക്കൈവ്സിൽ നിന്നൊക്കെ
കുറച്ച് ഡീറ്റെയിൽസേ കിട്ടിയുള്ളൂ. ബാക്കിയെല്ലാം അസംഷൻസ് ആണ്. ഇങ്ങനെ ഒരു ഗ്രാമം ഉള്ളത് പബ്ലിക് ആക്കിക്കൂടെ? ഞാനത് പറഞ്ഞാൽ പ്രസ് വരും, ടൂറിസം ആവും, എല്ലാം ഒരു മോക്കറിയാവും. 7000 കണ്ടിയുടെ വേ ഓഫ് ലിവിങ് തന്നെ നശിച്ചു പോകും. ഈ എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ സമീപിച്ചിട്ടുണ്ടോ? എല്ലാം നോക്കി. ഹൗ? കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും എൻവയോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറീസിൻ്റെ അടുത്തൊക്കെ ഞാൻ കയറി ഇറങ്ങി. കൈക്കൂലി കുറേ കൊടുത്തു എന്നല്ലാതെ ഒരു ഫലവും ഉണ്ടായില്ല. എവിടെ ചെന്നാലും അവരുടെ ബ്യൂറോക്രസി, അവരുടേതായിട്ടുള്ള റീസണിങ്സ്. എൻവയോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന പേരേ ഉള്ളൂ. ദേ ആർ ദ ലീസ്റ്റ് ബോദർ. കാട് സംരക്ഷിക്കാൻ സഹായം തേടി പല തേർഡ് റേറ്റ് പൊളിറ്റീഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ പോയി. എത്തിക്കിട്ടാൻ നിറയെ ഹെൽപ്പായിരിക്കും. இதுக்கெல்லாம் நிறைய டைமும் கேஷும் தேவை இருக்கு. இதுக்கு யாருக்கு டைம் இருக்கு சார்? அந்த மீட்டிங் எப்போ? ഹാഫ് ആൻ അവർ കഴിച്ചു സാർ. പക്ഷേ ഈ കാടിനെതിരെ നാട്ടുകാരുടെ പെറ്റീഷൻ പോയിട്ടുണ്ട്. ദേ ബിലീവ് ദാറ്റ് ദ ഫോറസ്റ്റ് ഇസ് ഹോണ്ടഡ്. സാറിൽ എനിക്ക് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. താങ്ക് യു. പിന്നെ ഞാൻ പോയത് സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ഹിപ്പോക്രിറ്റ്സിൻ്റെ അടുത്താണ്. ഇൻസ്റ്റന്റ് പ്രശസ്തിയും നല്ല പേരും കിട്ടുന്ന ആക്ടിവിറ്റീസിൽ മാത്രമായിരുന്നു അവരുടെയൊക്കെ താല്പര്യം. ഒരു ലാസ്റ്റ് ഡിച്ച് എഫേർട്ട് എന്ന നിലയ്ക്ക് ഞാൻ മാംഗ്ലൂർ ബ്രദേഴ്സ്, അതായത് കോൺട്രാക്ടേഴ്സ്, അവരുടെ അടുത്ത് നിന്ന് പ്ലീഡ് ചെയ്തു. അവർ പറയുന്നതിൽ ന്യായമുണ്ട്. ഇല്ലീഗലായിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. See, Mr. Philippos, we are businessmen and we invest a lot of money into that project. So, ಕಾಮ್ ಶುರು ಮಾಡ್ತೀವಿ. ವಾರಕ್ಕೆ ಒಂದು 20 ಲೋಡ್ ಟಿಂಬರ್ ಆದ್ರೂ ಬೇಟ ಇಳಿಲೇಬೇಕು. ಬ್ರದರ್ಗೆ ಅರ್ಥ ಆಯ್ತಾ? മനസ്സിലായി? സർ, ഇതൊരു സാധാരണമായ കാടല്ലേ. ഇറ്റ്സ് എ റിസർവ് ഫോറസ്റ്റ് ಆ್ಯಂಡ್ ಇಟ್ ಶುಡ್ ಬಿ ಪ್ರೊಟೆಕ್ಟೆಡ್. ಹಾಗಾಗಿ ಇಂದ ಗ್ರೀನ್ ಟ್ರಿಬ್ಯುನಲ್ಗೆ ಒಬ್ಜೆಕ್ಷನ್ ಏನ್ರಿ ಮಾರಾಯರೆ, ನಿಮ್ಮ ಟ್ರಿಬ್ಯುನಲ್ಗಳು ಎನ್ವಿರಾನ್ ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಎಲ್ಲ ನಿಮ್ಮ ಪೈಸಾ ಕೊಟ್ಟು ತಿಂದು ನೀ ಜಾಗ ಖಾಲಿ ಮಾಡಪ್ಪ. ಸುಮ್ಮನೆ ನಮ್ಮ ಟೈಮ್ ವೇಸ್ಟ್ ಮಾಡಬೇಡ. ಸಾರಿ ಮಿಸ್ಟರ್, ಎಲ್ಲರೂ ಆ ಥರ ಅಲ್ಲ. ಪ್ರಕೃತಿ ಸ್ನೇಹಿಗಳು ಇದ್ದಾರೆ. ಹ್ಯಾವ್ ಸಮ್ ಹಾರ್ಟ್ ಗುರು. ಸಿ ಮಿಸ್ಟರ್ ಪ್ರಕೃತಿ ಸ್ನೇಹಿ, ನೀ ದಯಮಾಡಿ ಹೋರಾಡ್ಬೋದು. ಕ್ಯಾರಿ ಆನ್ ವಿತ್ ಯುವರ್ ಲವ್ ಫಾರ್ ನೇಚರ್. ബാക്കി ഞാൻ ദേഖ് ലേംഗെ. ഈ നിരാഹാര സത്യാഗ്രഹം കിടക്കുന്നവരെ സമ്മതിക്കണം. ഞാനും ഒന്ന് കടന്നു നോക്കി. 3-4 ദിവസം പട്ടിണി കടന്നത് മിച്ചം. എടുക്കണം ഞാൻ. അതെ, അയാളും പിടിച്ചു കയറും. പിടിച്ചോണ്ടു പിടിച്ചോട്ട്. അവിടേക്ക് ബാക്കി കഴിച്ചോ. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കത്തെഴുതിയത്. ഒരു ഗാമ്പിൾ ഫോർ മാൻ പവർ. അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്ന 1.5 ലക്ഷം രൂപ വെച്ചൊരു കളി. എൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടിരുന്ന 100 പേർക്ക് കത്തയച്ചു. 50 പേരെയെങ്കിലും പ്രതീക്ഷിച്ചു. ഐ ആം ഹെൽപ്ലെസ്. പിന്നെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ? നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ. അതാണ്, നമ്മൾ കുറച്ചുകൂടി ആളുണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യാറ്. പക്ഷേ ഈ ഗ്രാമവാസികളെ എങ്ങനെ കൈയൊഴിയാൻ പറ്റില്ലല്ലോ.